പഴശ്ശി രാജാവ് പഴശ്ശി രാജാവിന്റെ ജീവിത കാലഘട്ടം 1753 മുതൽ 1805 വരെയാകുന്നു. പഴശ്ശി രാജാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു പ്രായം. പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാകുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാകുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. എന്നാൽ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം വയനാട് സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പഴശ്ശി രാജാവിന്റെ ഫുൾ നെയിം കേരളവർമ്മ പഴശ്ശി രാജ. കോട്ടയം രാജകുടുംബമായിരുന്നു പഴശ്ശി രാജാവിൻ്റേത്. കോട്ടയം രാജകുടുംബം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ ഇവരെ പുരളീശന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. കൊട്ടിയോട്ടി രാജ, പൈച്ചി രാജ, വീരകേരള സിംഹം എന്നീ പേരുകളിൽ പഴശ്ശി രാജ അറിയപ്പെടുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് മുമ്പ് വരെ മൈസൂർ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ മുഖേന നേരിട്ടാണ് മലബാറിലെ, കണ്ണൂരിലെ കർഷകരിൽ നിന്നും നികുതി ഈടാക്കിയിരുന്നത്. ആ സമയത്ത് നാട്ടുജന്മിമാരെ ഈ നികുതി നയങ്ങളൊന്നും വല്ലാതെ ബാധിച്ചിരുന്നില്ല. അവർക്ക് അതിൽ വലിയ കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും പിന്നീട് ബ്രിട്ടീഷുകാർ വലിയൊരു തുക നികുതിയായിട്ട് മലബാറിലെ നാട്ടുരാജാക്കന്മാരിൽ നിന്നും നേരിട്ട് ഈടാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം. ഒന്നാം പഴശ്ശി കലാപത്തിന് മറ്റൊരു വ്യക്തിപരമായ കാരണം കൂടി പഴശ്ശി രാജാവിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മൂന്നാം മൈസൂർ യുദ്ധത്തിൽ മൈസൂരിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ കോട്ടയം രാജ്യത്തെ സ്വതന്ത്രമാക്കി അവിടുത്തെ മുഴുവൻ നികുതി പിരിക്കാനുള്ള അവകാശവും പഴശ്ശി രാജാവിന് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ മൈസൂരിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ബ്രിട്ടീഷുകാരെ പഴശ്ശി രാജാവ് സഹായിച്ചു. അങ്ങനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടിട്ട് പിന്നീട് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരികയും ചെയ്തു. ബ്രിട്ടീഷുകാർ ചെയ്തെന്താണെന്ന് വെച്ചാൽ, 1793 കണ്ണൂരിലെ കോട്ടയം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കണ്ണൂരിലെ കോട്ടയം പ്രദേശം പഴശ്ശി രാജാവിന്റെ ശത്രുവും പഴശ്ശി രാജാവിന്റെ അമ്മാവനുമായിരുന്ന കുറുമ്പനാട്ട് രാജാവിന് പാട്ടത്തിന് കൊടുത്തു. എന്നിട്ട് കോട്ടയം പ്രദേശത്തെ മുഴുവൻ, അതായത് കണ്ണൂർ ജില്ലയിലെ കോട്ടയം പ്രദേശത്തെ മുഴുവനും നികുതി പിരിക്കാനുള്ള അവകാശവും കുറുമ്പനാട്ട് രാജാവിന് നൽകി. അപ്പോൾ ഈ ഒരു കാര്യം ബ്രിട്ടീഷുകാർ ചെയ്തത് പഴശ്ശി രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴശ്ശി രാജാവ് വയനാട്ടിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഴശ്ശി രാജാവ് മൈസൂരിന്റെ സഹായം തേടി. മൈസൂരിന്റെ സഹായത്തോട് കൂടിയിട്ട് പഴശ്ശി രാജാവ് മേജർ കാമറോണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിച്ചു. അങ്ങനെ അവിടെ മേജർ കാമറോണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിക്കുകയും പിന്നീട് അതിൽ നിവൃത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവുമായിട്ടൊരു സന്ധി ഉണ്ടാക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ കുറുമ്പനാട്ട് രാജാവുമായിട്ടുള്ള കരാറ് ബ്രിട്ടീഷുകാർ റദ്ദാക്കി. അങ്ങനെ കുറുമ്പനാട്ട് രാജാവുമായിട്ടുള്ള കരാറ് ബ്രിട്ടീഷുകാർ റദ്ദാക്കി. ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപരാകുന്നു ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോഗ്, ലഫ്റ്റനന്റ് മീലി. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്തുവാനായിട്ട് നിയോഗിക്കപ്പെട്ട സൈന്യാധിപരാകുന്നു ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോഗ്, ലഫ്റ്റനന്റ് മീലി. പിന്നെ ഒന്നാം പഴശ്ശി കലാപം ആരുടെയൊക്കെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത് എന്ന് വെച്ചാൽ, അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കന്റെയും ചിറക്കൽ രാജാവിന്റെയും മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചത്. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം ആരുടെയെല്ലാം മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ബോംബെ ഗവർണർ ജോനാഥൻ ഡങ്കൻ, അതുപോലെ ചിറക്കൽ രാജാവ് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചത്. ആ ഒരു മധ്യസ്ഥതയ്ക്ക് ശേഷം പഴശ്ശി രാജാവിനോട് അവരെന്ത് തീരുമാനത്തിലെത്തി? വർഷം തോറും 8000 രൂപ പെൻഷനായിട്ട് പഴശ്ശി രാജാവിന് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാരെ ഏറ്റു. വർഷം തോറും 8000 രൂപ പെൻഷനായിട്ട് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാരെ ഏറ്റു. മാത്രമല്ല, ഇതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനത്തിൽ പഴശ്ശി രാജാവിന് കഴിയാമെന്നും ബ്രിട്ടീഷുകാർ വാക്കുകൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് പെൻഷനും കൊടുത്തു. വേറെ പ്രോബ്ലംസ് ഒന്നും പഴശ്ശി രാജാവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് ബ്രിട്ടീഷുകാർ വരില്ല എന്നുകൂടി ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് വാക്കുകൊടുത്തു.